ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ ചൂരൽമല പള്ളിന്ന് 2 ഇടവക്കാര് നാളെ മുതല് എന്താ പറയാ, അങ്ങ് മുണ്ടേരി കിടക്കുന്ന റീത്ത് പള്ളിയിലേക്ക് മാറിയിട്ടുണ്ട് 2 ഇടവക്കാര്. ഇപ്പൊ നിലവില് ഈ പള്ളി പണി, ആ ചൂരൽമല പള്ളി പണിയണതിന്റെ മെയിൻ ആൾക്കാരാണ്. ഒരാള് ഷിനോജും 2 പേര് ഈ ആഴ്ച മുതൽ ലെറ്റർ പേഡില് അവര് ഔദ്യോഗികമായിട്ട് പള്ളിയിൽ കത്ത് കൊടുത്തുകൊണ്ട് അവര് സഭ മാറിപ്പോയിട്ടുണ്ട്. ഇവർ ഇത്ര കാലം പറഞ്ഞില്ലേ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലാന്ന്. ഈ ഈ ഈ പിന്നെ എന്താ പറയാ, ഈ സഭയുടെ ആളുകൾ പറഞ്ഞില്ല അങ്ങനെ ഒന്നും ഇല്ലാന്ന്. ഇതൊക്കെ വെറും കള്ളത്തരാണ്. നാളെ മുതൽ അവര് റീത്ത് പള്ളിയിലാ പോണത്. ഈ ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ചൂരൽമലക്കാരെ ഇങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാന്ന് പറയട്ടെ. ഇല്ലാന്ന് പറയാൻ നട്ടലുള്ള ആളുകള്, ഇങ്ങനെ 2 പേര് ആ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറയാൻ നട്ടലുള്ളവനുണ്ടെങ്കിൽ പറയട്ടെ. സഭയുടെ പേരും പറഞ്ഞ്, പാവപ്പെട്ടവന്റെ പേരും പറഞ്ഞ്, ഉളുപ്പ് വേണം, ഉളുപ്പ്. സഭാ നേതൃത്വത്തിന് ഉളുപ്പ് വേണം, അത്രേ പറയാനുള്ളൂ. 14-15 ഇടവക്കാരുള്ള പള്ളിയിൽ നിന്ന് 2 ഇടവക്കാർ പോയി. നാളെ മുതൽ അവര് റീത്തുള്ളിലെ പോണം. ഇല്ലാന്ന് പറയട്ടെ. നട്ടലുള്ളവൻ, ആണത്തമുള്ളവൻ പറയട്ടെ. അവര് പോയിട്ടില്ലാന്ന് 2 ഇടവക്കാരായ ഇടവക മാറിയില്ല എന്ന് പറയാൻ നട്ടലുള്ളവനും തണ്ടൂക്കുള്ളവനും പറയട്ടെ. കൽപ്പറ്റ ടൗണില് 5 സെന്റ് സ്ഥലവും വീടും വെച്ചിട്ട് റീത്തുകാർ കൊടുക്കാന്ന് പറഞ്ഞു പോയി അവര്. സഭ ഈ നാട്ടുകാരെ പറ്റിച്ചോണ്ട് ഈ ഇടവക്കാരെ പറ്റിച്ചിട്ടേ ഇങ്ങനെ ഓരോരുത്തർ പോകും. കാലം കഴിയും തോറും ഈ സഭയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുള്ളൂ, കൂടൂലട്ടോ. ഓർത്താൽ നല്ലത്. നിങ്ങൾക്ക് ഈ അറിവ് എവിടുന്ന കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചുരമല ഇടവപ്പെട്ടതാണ്. ടി തങ്കച്ചൻ എന്ന് പറഞ്ഞ തെക്കേ തങ്കച്ചൻ്റെ വീട് പൂർണ്ണമായും നശിച്ചതാണ്. ഇത് പുതിയതായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരാളുടെ പോലും എന്ന് പറയരുത്, പൂർണ്ണമായും നശിച്ചു പോയതാ വീട്. അവർ ഭാഗ്യം കൊണ്ട് ജീവൻ കിട്ടിയത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പോലും 1 രൂപയുടെ സഹായം സഭ ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെയാണ് നമ്മുടെ പ്രതിഷേധം ഉള്ളതും. ഇപ്പം മാമ പറഞ്ഞതല്ല, അത് ഞാൻ പറയുന്നത്. കാരണം ആ സമയത്ത് ഒരു സഭയുടെ ഉത്തരവാദിത്തം എന്താ? തിരുമേനിമാർ വീട്ടിൽ പോയി നോക്കി എല്ലാം കണ്ടു കേട്ട് കഴിഞ്ഞപ്പം, മോനെ നീ പേടിക്കണ്ട, സഭയുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നതിന് പകരം നിനക്ക് വേറെ എവിടെയും വീട് കിട്ടിയോ, അതോ ടൗൺഷിപ്പ് കിട്ടുമോ എന്ന് ചോദിക്കുകയല്ലല്ലോ വേണ്ടത്. ബാക്കി ഇതര സഭകൾ ചെയ്തത് എന്താ? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. ആർ സിയിലെ 8 വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ആ സെക്കൻഡ് തീരുമാനം എടുത്തു, 8 പേർക്കും ആദ്യം വീട് പണിത് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കൂടെ കൊടുക്കാമെന്ന്.